ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയാണ് വിധി പറയുക. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതിയിൽ തെളിവ് സഹിതം വാദിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു. ഇക്കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് ഉന്നയിച്ചില്ല. അനൂപ് ദാസ് ഉണ്ട് വിശദവിവരങ്ങളുമായി. അനൂപ് ദാസ്, ഇന്ന് ജാമ്യം ലഭ്യമാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാമോ? ബന്ധുക്കളും അനുഭാവികളും എല്ലാം അവിടെ തന്നെ തുടരുന്നുണ്ടോ? വിശദവിവരങ്ങൾ എന്താണ്? ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് മോത്തി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇന്നലെ ഈ വാദങ്ങൾ നടക്കുന്ന സമയത്ത് മതപരിവർത്തനം ഒപ്പം തന്നെ മനുഷ്യക്കടത്ത് എന്നീ രണ്ട് കാര്യങ്ങൾ തെളിയിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത് രണ്ടും നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാദിക്കാൻ പ്രതിഭാഗത്തിന് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായ കുഴപ്പങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. രാവിലെ 11 മണിക്ക് കേസ് പരിഗണിക്കും. അപ്പോൾ തന്നെ വിധി പറയും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ 2 കന്യാസ്ത്രീകളും പുറത്തിറങ്ങും. അതിന് കാത്ത് അവരുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ BJPയിലെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഉണ്ട്. ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള സജീവമായിട്ടുള്ള ഇടപെടലുകൾ ഇവിടെ നടക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് ഏതാണ്ട് 160 കിലോമീറ്റർ അപ്പുറത്തുള്ള ബിലാസ്പൂരിലുള്ള NIA കോടതിയിലാണ് കേസ് നടക്കുന്നത്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തേക്ക് 8ാമത്തെ ദിവസമാണ് നമ്മുടെ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത്. ഇനിയും ഒരു ദിവസം കൂടി അവർ ജയിലിൽ കിടക്കാതെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടന്നത്.